നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഏട്ടനെ പോലെ ആൾക്ക് അത് എങ്ങനെ ചെയ്യാൻ കഴിയും? ഞാൻ ചെയ്തിട്ടേ ഫലമുള്ളെന്നല്ലേ തിരുമേനി പറഞ്ഞത്. അതിന് ഏട്ടന് യാചകരുടെ കൂട്ടത്തിൽ ചെന്നിരിക്കാൻ പറ്റുമോ? ആളുകളോട് കൈ നീട്ടാൻ പറ്റുമോ? വെറുതെ ഭ്രാന്ത് പറയാതിരിക്കേട്ടാ. സൂര്യ, വേറെ എന്തെങ്കിലും പരിഹാര മാർഗങ്ങൾ ഉണ്ടോന്ന് നോക്കാൻ ഞാൻ തിരുമേനിയോട് പറഞ്ഞിട്ടുണ്ട്. എന്തിനാ അച്ഛാ? നേർച്ച നടത്താൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. എനിക്ക് നന്ദിനിയുടെ ജീവനാണ് പ്രധാനം. അതേത് വഴിക്കും തിരിച്ചു പിടിച്ചേ പറ്റൂ. ഏട്ടൻ ദേവീനാമം ചൊല്ലിയത് ഇവിടെ ഈ വീട്ടില് ഈ മുറിയിലിരുന്ന. പക്ഷെ ഇപ്പൊ ചെയ്യാൻ പോകുന്നത് അങ്ങനാണോ? ഈ വീട്ടിൽ ആരെങ്കിലും ഇത് അറിഞ്ഞാലോ? ഈ കുടുംബത്തിന്റെ ബന്ധുക്കൾ ആരെങ്കിലും കണ്ടാലോ? ആരതി, ആരൊക്കെ കണ്ടാലും ഇതിന്റെ പേരിൽ എന്തൊക്കെ സംഭവിച്ചാലും എനിക്ക് പ്രശ്നമല്ല. അച്ഛാ, ഞാനിപ്പോ തന്നെ ഇറങ്ങാ. അച്ഛൻ എന്നെ തിരക്കി വരണ്ട. ചിലപ്പോ ഞാനിങ്ങനെ ഒരു അവസ്ഥയിൽ ഇരിക്കുന്നത് അച്ഛന് സഹിക്കാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. ഏട്ടാ, നന്ദിനിക്ക് അസുഖം വന്ന നിമിഷം മുതല് ഞാൻ ഏട്ടനെ ശ്രദ്ധിക്കുക. മനസ്സ് നിറയെ സ്നേഹമുള്ള ഒരാൾക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റൂ. അല്ലാത്തൊരാൾക്ക് ഈ ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. ഭാരതി, കുറേ നാളുകളായിട്ട് അയാൾ എന്റെ മുറിയിലുണ്ട്, ഈ വീട്ടിലുണ്ട്. അതിനിടയിൽ അയാൾ എന്നെ ശാസിച്ചു, എപ്പോഴും വഴക്കിട്ട് ഉപദേശിച്ചു. പക്ഷെ അതിലൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം, ഞാൻ നന്നാവണമെന്നല്ലാതെ എന്നെയോ എന്റെ സ്നേഹത്തെ പിടിച്ചെടുക്കാൻ ഒരു വാക്ക് പോലും അയാൾ പറഞ്ഞിട്ടില്ല. അത് അയാളുടെ മഹത്വമാണ്. നന്ദിനി നല്ല പെണ്ണ. ഒരുപക്ഷെ ആരോ പറഞ്ഞതുപോലെ സൂര്യയെ നന്നാക്കാൻ വേണ്ടി ദൈവം സൃഷ്ടിച്ച പെണ്ണ്. അവളെ ജീവിപ്പിക്കാൻ എനിക്ക് പറ്റുന്നത് ചെയ്യണം. എന്റെ ജീവൻ കൊടുക്കേണ്ടി വന്നാൽ കൊടുക്കണം. സൂര്യ, അച്ഛനെ തടസ്സമൊന്നും പറയരുത്. ഞാൻ ഇറങ്ങാ. ശരി. അവന്റെ തീരുമാനങ്ങളിൽ നിന്നും ഒരിക്കലും അവനെ മാറ്റാൻ പറ്റില്ല മോളെ. നന്ദിനി ഭാഗ്യം ചെയ്ത പെണ്ണ. അതാ ഇതിന്റെയൊക്കെ അർത്ഥം.
സൂര്യ, നീ എന്തിനു വിളിച്ചാലും ഞാൻ കൂടെ വരും.